ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ്. അപ്പൊ ഒന്ന് ഒരു ഫംഗ്ഷന് പോവുകയാണ്. ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഈ ചെക്കൻ്റെ വീട് കാണാൻ വരുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ അനിയന് കല്യാണമൊക്കെ ആയപ്പോഴത്തേന് വീട് കാണാൻ വരുന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ അതിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാൻ വിചാരിച്ച്. അപ്പം ഞാനിന്ന് ആലുവേര ജെല്ലാണ് കേട്ടോ ഇടുന്നത്. ആലുവേര ജെല്ല് ധാത്രിയുടെ ആലുവേര ജെല്ലാണ്. വലുതായിട്ട് വലിയ മേക്കപ്പ് ഒന്നും ഇടാറില്ല. ഇത് തന്നെ ഞാൻ ഈ കുറച്ച് കാലം ആയതേ ഉള്ളൂ ഇടാൻ തുടങ്ങിയിട്ട്. മുഖമൊക്കെ ഒന്നും വല്ലാണ്ട് കറുത്ത പാടൊക്കെ വന്ന സമയത്ത് ഇട്ടതാണ്. ഞാൻ സത്യം കല്യാണത്തിന് മുന്നേ ഒന്നും ഞാനൊരു ക്രീമോ അങ്ങനെ ഒന്നും ഇടയില്ലായിരുന്നു. പൗഡർ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ മോനൊക്കെ ഡെലിവറിക്ക് കഴിഞ്ഞ ശേഷം മുഖമൊക്കെ ഒന്നും വല്ലാണ്ടായി വെള്ളമായി. അപ്പൊ അത് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഉൾവറ ഉള്ളി ഇടുന്നത് നല്ലതാണ്. മുഖത്തെ കറുത്ത പാടൊക്കെ പോകും. അതിന് വേണ്ടിയിട്ട് നല്ലതാണ്. ഇന്നെന്താ റോസ് വാട്ടറിലൂടെയൊക്കെ മിക്സ് ചെയ്ത് രാത്രി കിടക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറുത്ത പാടൊക്കെ പോകാം. ഞാനതിനൊന്നും മെനക്കെടാറില്ല. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ അടുത്തത് സൺസ്ക്രീമാണ് കേട്ടോ. സൺസ്ക്രീമും അല്ലേ കുറച്ച് കാലമായുള്ളൂ ഞാൻ സൺസ്ക്രീം ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ അലവര ജെല്ല് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയം തൊട്ടാണ് സൺസ്ക്രീം ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ നമ്മുടെ ഈ വെയിലൊക്കെ വന്ന സമയത്ത് മുഖമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ വെയിലൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ടാനൊക്കെ വരും. അതൊക്കെ മാറാനായിട്ട് ടാനൊന്നും വരാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീം ഇടണം കേട്ടോ. നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് വെയിലടിച്ച് നമ്മുടെ മുഖമൊക്കെ ഡള്ളായി പോകില്ലേ. അതുകൊണ്ട് സൺസ്ക്രീൻ നല്ലതാട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഞാൻ എന്താ പറയാ വേറൊരു സൺസ്ക്രീമാണ്, നാച്ചുറൽസ് സൺസ്ക്രീമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അടപ്പ് തറയിപ്പോയി. അപ്പൊ അത് പിന്നെ തീർന്നു പോയാണ്ട് ഇപ്പൊ അതാ ലാക്മിയുടെ 15 ആണ്. SPF 50 ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊരു എന്താ പറയാ നല്ല മണമാണ് കേട്ടോ. ഇത് നല്ല മണമാണ്. ചെറുതാ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്കിന്ന് ഇപ്പൊ ഈ ട്യൂബ് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാച്ചുറൽസിന്റെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊരു ലോഷൻ പോലെ ഒരു ലിക്വിഡാണ്. ഇത് കുറച്ചൊരു കട്ടിയായിട്ടുള്ളത്. രണ്ടും വളരെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. SPF 15 ഉള്ളത് കുറച്ചുകൂടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അത് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, 13 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ചെറുത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ വലുത് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പം സൺസ്ക്രീം ഇട്ട് ജസ്റ്റ് പൗഡർ എന്റെ അവർക്ക് എത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ ഫൗണ്ടേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എന്റെ സ്കിന്നിൽ പെട്ടെന്ന് അലർജി വരും സാധ്യത. എന്തെങ്കിലും ഒന്നും വേണ്ടാത്തത് ഇട്ട് കഴിഞ്ഞാൽ മുഖമൊക്കെ ഭയങ്കരമായിട്ട് കാർത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ എന്തോ പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കില്ല. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേനും ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ എനിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തൊന്നും വല്ലാണ്ടായി പോകും. അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അധികം ഉപയോഗിച്ച് ശീലമില്ലാത്തണ്ടായിരുന്നു ചിലപ്പോൾ എന്റെ സ്കിന്നിന് അത് പറ്റുന്നുണ്ടാവില്ല. അത് ലാക്മിയുടെ തന്നെ ഞാൻ വാങ്ങിയൊരു ഫൗണ്ടേഷൻ, പക്ഷെ അതും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാനത് അങ്ങനെ ഉപയോഗിക്കൂല. അത് തന്നെ വലിയ മേക്കപ്പ് ഒന്നും സീറ്റൊക്കെ തന്നെ എന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഐലൈനർ കേട്ടോ. ഈ ഐലൈനർ കൊള്ളാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത് പോയോ ഇന്നലെ എഴുതിയത് കണ്ണിൽ കിടപ്പുണ്ടായിരുന്നു. വരച്ച് കഴുകി കളഞ്ഞത്. ഒരുപാട് നേരെ നിൽക്കും കേട്ടോ. ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ ഈ ഐലൈനർ. മേരി ജോക്ക് എന്ന് പറഞ്ഞിട്ട് മേരി ജോ എന്ന് പറഞ്ഞിട്ട് ഒരു കേട്ടാ. ഇതുപോലെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഐലൈനർ വരച്ചു കൊടുക്കാം. എന്തോ ഒരു 3 ശബ്ദം. ഫോണിൽ കൂടെ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഐലൈനർ വെച്ചിട്ട് തരാം കേട്ടോ. ഇതിന് നോക്കി വരയ്ക്കാനായിട്ടെ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഒന്ന് ഐലൈനർ
ചെറിയൊരു വാല്. ഞാൻ കണ്ണെഴുതി കൊടുത്തു. കണ്ണെഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരുക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ട് ഞാൻ ഈ പൊട്ടാട്ട ഇതിനെക്കാട്ടി ചെറിയ പൊട്ടാ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഈ പൊട്ടാ ഉപയോഗിക്കുന്നത്. മുഖത്ത് എടുത്തറിയിക്കും കേട്ടോ. അടുത്തത് ദൂരം. അവിടെ നിന്നാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെട്ടമുള്ളതെന്നാണ് ഞാൻ അങ്ങ് പോയി എടുക്കുന്നത്. ക്ഷമിച്ചേക്കണം. ഒരു സിന്ദൂരം ഇട്ട് കൊടുത്ത് നേരത്തെ സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ സ്റ്റിക്ക് ഉപയോഗിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റിക്ക് മറ്റേ എന്തോ സ്റ്റിക്കിന്റെ പേര് സിൻഡെക്സ് അങ്ങനെയൊക്കെ സ്റ്റിക്ക് ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് അവിടെ ചൊറിച്ചിൽ വന്ന് അപ്പൊ ഞാൻ അത് അങ്ങ് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കി. പിന്നെ കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വീർത്ത് നീരടിച്ചു വന്നു. അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോഴല്ലേ മനസ്സിലായത് അതിനകത്തുള്ള കെമിക്കൽ അതിനകത്ത് ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ ആയി ഭയങ്കരമായിട്ടും മെഡിസിൻ ഒക്കെ എടുത്തായിരുന്നു അതെ ഞാൻ. അപ്പൊ അതുകൊണ്ട് ആ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല. ഈ കുങ്കുമം തന്നെ ഞാൻ ഉപയോഗിക്കാതിരുന്നു. ഇതെന്തുവാ മഞ്ഞളും നാരങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കുങ്കുമമായതുകൊണ്ടാണ് വാങ്ങിച്ചത്. സ്കിന്നിനൊന്നും പെട്ടെന്നൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് അലർജി ആയിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാവും. എന്നെ പോലെ അലർജി ഉള്ള ഒരു കമ്പനിയാണ് കേട്ടോ. ആരും പുറത്ത് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ആദ്യം ക്രീം ഒന്നും അതുകൊണ്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ വലിയ ക്രീമൊന്നും ഉപയോഗിക്കില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ അത് ലിപ്സ്റ്റിക് ഇടും. റെഡ് കളറാണ് കേട്ടോ വേണ്ട. എന്റെ പേരൊക്കെ എവിടെയുണ്ട്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത അത് ഇത്രയും ഡാർക്കൊന്നും ഇടൂല. പാവനകത്ത് കുറച്ചൊക്കെ മാറ്ററി. പിന്നെ കാണാതെ പോകുന്നു. ഞാൻ അടച്ചേക്കില്ലേ തല കെട്ടി കൊടുക്കാം. തല കെട്ടിയിട്ട് കമ്മലിട്ടോ. ഞാൻ പണ്ട് മുതലേ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെയാട്ടോ വകുപ്പെടുക്കുന്ന തലയില് അങ്ങനെ കെട്ടുന്നത്. മുമ്പ് ഞാൻ സ്ലൈഡൊക്കെ വെച്ചിട്ട് കെട്ടുമായിരുന്നു. രണ്ട് സൈഡ് ഇങ്ങനെ കുത്തിയൊക്കെ വെച്ചിട്ട് കെട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് കേട്ടോ. മുടിയൊന്നുമില്ല, എല്ലാ മുടിയും കൊഴിഞ്ഞു പോയി. ചെറുതായിട്ട് ഷാമ്പു ഇട്ടിട്ടുണ്ട്. ആ ഡോമിന്റെ ഷാമ്പുലാണ് നമ്മൾ കണ്ടീഷണറും കൂടെ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ കടയിൽ തിരക്കിയപ്പോ ആ ഷാമ്പു തീർന്നു പോയിരുന്നു. എനിക്ക് വേറെ ഷാമ്പു വാങ്ങിക്കില്ല. ഞാൻ ഡെയിലി ഷാമ്പു ഉപയോഗിക്കാറില്ല. ഷാമ്പു ഉപയോഗിക്കില്ല. സാധാരണ വെളിച്ചെണ്ണ തന്നെ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എടുക്കാൻ കണ്ണാടി ഇല്ലാത്തോണ്ടേ ഭയങ്കര പാടാണ് കേട്ടോ. ഇതിനകത്തൊന്നും ഒരുങ്ങാനൊന്നും പറ്റത്തില്ല. എല്ലാരും കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്ന് ഒരുങ്ങുന്നത്. ഈ കണ്ണാടി വയ്ക്കാൻ പറ്റത്തില്ല. കണ്ണാടി ഇന്ത്യയിൽ കുറച്ച് വ്യക്തം ഇടുന്നത്. അതുകൊണ്ട് സാധാരണ ഒരു സിമ്പിളായിട്ട് സത്യം പറഞ്ഞ സിമ്പിൾ മേക്കപ്പ് എന്ന് പറയാല്ലേ. തലയൊന്ന് ഇതുപോലെ എടുത്തിട്ട് ഒരു സ്ലൈഡ് വെച്ച് കൊടുക്കും. അയ്യോ ഇഷ്ടമില്ല കേട്ടോ. ഒരുങ്ങാൻ നല്ല ഇഷ്ടമുണ്ട്. ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങാൻ ഇഷ്ടമുണ്ട്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒരുങ്ങി പൊക്കഴിഞ്ഞ ആൾക്കാർ വല്ലതും ഒക്കെ പറയും. കല്യാണത്തിനൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഒന്നും അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തോണ്ടേ പിന്നെ മുഖത്ത് എന്തെങ്കിലും ഒക്കെ പറ്റിക്കഴിയും. അതുകൊണ്ട് വലിയൊരു റിസ്ക് എടുക്കാനൊന്നും പോകത്തില്ല. അങ്ങനെ ഇനിയിപ്പോ പിന്നെ
ലിപ്സ്റ്റിക് തന്നെ ഇനിയിപ്പം കൂടിപ്പോയാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക്കും കുറച്ച് ഇടും. അതിന്റെ തുടച്ച് കളഞ്ഞു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നല്ല ഡാർക്കായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ കുറച്ച് നന്നായിട്ട് ലിപ്സ്റ്റിക് ഇടും കേട്ടോ. പിന്നെ പുറത്തായിരുന്നു അങ്ങനെ വെളിയിൽ ഇറങ്ങിയിട്ട് കാണുന്നു. എല്ലാരും പറയും അങ്ങനെ പേടിച്ച് എന്തോ പറയാം നമ്മൾ ഇഷ്ടത്തിന് നടക്കും. അതൊക്കെ എന്താ പറയുക എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ. എല്ലാവർക്കും കമ്മലൊരു ഇരുന്നിട്ട് കമ്മൽ ഇരുന്നിടത്തേനെ ഇതാണ് കമ്മല് കൊള്ളാമോ? നല്ല ഭംഗിയുണ്ടല്ലേ ചേരുമോ? ഞാൻ വിചാരിച്ച ഈ കമ്മലിടാനാണ് കേട്ടോ വിചാരിച്ചത്. ഇത് കുറച്ചുകൂടെ എന്താ പറയാ കുറച്ച് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കമ്മലാണ് നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. ഇതിന്റെയൊക്കെ എത്ര കുത്തിമേ കാണാൻ ആളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ കിട്ടുന്നതൊക്കെ കാണുന്നു. സാധാരണ ഒരുക്കുന്നത് ഞാനൊക്കെ അറിയുന്ന കേട്ടോ. പുറത്ത് ഭയങ്കരമായിട്ട് എല്ലാവരെ പോലെ എന്താ പറയാ എന്റെ ഒരു ആർഭാടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. പ്ലം കൊള്ളൂല്ലേ? ഞാനും കുഴപ്പമില്ല കൊള്ളാം. അതും കൊള്ളായിരുന്നു കേട്ടോ. തമ്മിൽ കൊള്ളായിരുന്നു. എന്റെ ചെറിയ ഓളം ഉണ്ടോ എന്ത് വലുതായിട്ടാ കിടക്കുന്നത്. ഇങ്ങനത്തെ കുഞ്ഞാണിയൊന്നും ഇടാൻ പറ്റില്ല. ഇനി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വലിയ ആണി ചെന്ന് ഇടണം. എന്നാലേ അത് ശരിക്കത്തിരിക്കത്തുള്ളൂ മക്കളെ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാൻ പേടിയാ. അപ്പൊ ഇനി വാച്ചൊക്കെ കെട്ടി ഒരു ഏതാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണക്കാര് നമ്മൾ സാധാരണ ഇങ്ങനെ തന്നെ ഒരുങ്ങുന്നേ. വാച്ച് അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തോ പഠിക്കുന്നത് എന്തോ ഒരു പണി. വീഡിയോക്ക് എല്ലാരും കാണണം കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നീട് നോക്കും. ഉറക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യം ആയിപ്പോയി. അതുകൊണ്ടാണ് നല്ല രീതിയിൽ എടുക്കണമെന്ന് വിചാരിച്ച തടികുത്തിന് ഇന്ന്. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് പറ്റുള്ളൂ. സംസാരിക്കാൻ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പോ മോരും തൊട്ട് ബ്രേക്കായിട്ടുണ്ട്. മോനെ കൊണ്ടുപോകുന്നില്ല. മോൻ സ്കൂളിൽ പോയി. മോനെ കൊണ്ടുപോകുന്നില്ല. ഞാനും എൻ്റെ അമ്മൂമ്മയാണ് പോകുന്നത്. മയക്ക് വെച്ചതിനോണ്ട് പതുക്കെ പറഞ്ഞതിന് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇട്ട് കൊടുത്ത്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ സ്മൂത്ത് ഇങ്ങനെ എന്തോ സ്മൂത്തായിട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് മുടിയൊക്കെ ഇടും. ഞാൻ എന്തെങ്കിലും ഇടും. അപ്പൊ നിങ്ങൾ കാണിച്ചു തരും ഞാൻ വേറൊരു ലുക്കിൽ. ഇപ്പോഴും എൻ്റെ ഈ വെറുതെ അറിയില്ല ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.